ആ പാഠങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നടപ്പാക്കേണ്ടതാണ്. ഭർത്താവായി തീരുമ്പോൾ നടപ്പാക്കേണ്ട ഇസ്ലാമിക നിയമങ്ങൾ അയാൾ വിവാഹം ചെയ്യുന്നതോടുകൂടി മാത്രമാണ് ആ നിയമങ്ങൾ അയാൾക്ക് അനുധാവനം ചെയ്യേണ്ടി വരുന്നത്. ഭാര്യയായി തീരുമ്പോൾ നടപ്പാക്കേണ്ട ഇസ്ലാമിക നിയമങ്ങൾ ഭാര്യയായി തീരുമ്പോൾ മാത്രമാണ്, അയാളുടെ വിവാഹം കഴിയുന്നതോടുകൂടി മാത്രമാണ് അവൾക്ക് അത് നടപ്പാക്കേണ്ടി വരുന്നത്. ഇതേപോലെ തന്നെ ഒരു ഇസ്ലാമികമായ സാമൂഹ്യ സാഹചര്യം ഉണ്ടാവുകയും അത്തരം സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു മുസ്ലിം ആ സമൂഹത്തെ നയിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അയാൾക്ക് ഇസ്ലാമിക രാഷ്ട്രീയ നിയമങ്ങൾ അയാൾക്ക് ബാധ്യതയായി തീരുന്നത്, അയാൾ നടപ്പാക്കേണ്ടി വരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ അയാൾ കൃത്യമായി തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ ആ രംഗത്ത്, അത് ക്രിമിനൽ നിയമങ്ങളാണെങ്കിലും സിവിൽ നിയമങ്ങളാണെങ്കിലുമെല്ലാം അനുധാവനം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഇതല്ലാതെ ഒരു ഇസ്ലാമികേതരമായ ഒരു രാഷ്ട്രമാണ്, ആ രാജ്യത്ത് ഒരു മുസ്ലിമിന് ആ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ അവസരമുണ്ട്. ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യം, അവിടെ ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ മുസ്ലിമിന് അവസരമുണ്ടെങ്കിൽ ഇസ്ലാമികമായ നിയമങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അത്തരം രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് മുസ്ലിം അങ്ങനെ പങ്കാളിയാകുവാൻ എന്നതിന് ഇസ്ലാം മുസ്ലിമിനെ വിരോധിക്കുന്നില്ല. അങ്ങനെ പങ്കാളിയാകാവുന്നതാണ്. അതാണ് ആ രംഗത്തുള്ള ഇസ്ലാമികമായ നിയമം. അതേപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനം എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ആദർശ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമല്ല എന്നുള്ളതാണ് നമ്മൾ ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടങ്ങളിലെവിടെയെങ്കിലും ആ പ്രബോധന പ്രവർത്തനങ്ങൾ വഴി ഒരു രാഷ്ട്ര സംവിധാനം ഉണ്ടാകാൻ പോകുന്നു എന്നും ആ രാഷ്ട്ര സംവിധാനത്തിൽ നന്മകളെല്ലാം ഉണ്ടാകുമെന്നും ആ രാഷ്ട്ര സംവിധാനത്തിൽ തിന്മകളൊന്നും ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞുകൊണ്ടല്ല ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. മറിച്ച് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടാവുകയും ആ ജനസമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്ര നിയമങ്ങൾ പ്രായോഗികമായി പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലേക്ക് നിയോഗിച്ചയച്ച ആളുകളും ആ ദഅവാ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന ആളുകളുണ്ട്. ആ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലല്ല പിൽക്കാലഘട്ടത്തിലാണ് എന്നാണ് പൊതുവ ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏതായിരുന്നാലും അങ്ങനെ കടന്നു വന്ന ആളുകൾ അവരെല്ലാവരും ഈ രാജ്യത്ത് വന്ന് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കുവാനും ആ രാഷ്ട്ര സംസ്ഥാപനത്തിനും ആ രാജ്യമുണ്ടാക്കുന്നത് വഴിയുണ്ടാകുന്ന നന്മകളിലേക്കുമല്ല ആളുകളെ ക്ഷണിച്ചത്. മറിച്ച് വ്യക്തിയെ സംസ്കരിക്കുവാൻ വേണ്ടി ഉള്ള തൗഹീദും ആഖിറത്തും റിസാലത്തും അഥവാ സട്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള യാഥാർത്ഥ്യവും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന തത്വവും ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ നിയമനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുക മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത പരിശുദ്ധ ഖുർആനും അതിന്റെ പ്രായോഗിക ജീവിത വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ് എന്നും അവ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രാപ്തി എന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നും അതല്ലാത്ത പക്ഷം നരകത്തിലേക്കായിരിക്കും നിയോഗിക്കപ്പെടുക എന്നുമുള്ള യാഥാർത്ഥ്യങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അങ്ങനെ ആളുകളുടെ മുന്നിൽ വെക്കുകയും ഒരു സമൂഹം ഇസ്ലാമിനെ മൊത്തത്തിൽ സ്വീകരിക്കുവാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകുന്നത്. ആ രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കുക എന്നൊരു ഏർപ്പാടില്ല. രാഷ്ട്രവും ഭരണവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നൽകപ്പെട്ടാൽ, സമ്പത്ത് നൽകപ്പെട്ടാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ അധികാരം നൽകപ്പെട്ടാൽ അയാൾ അനുധാവനം ചെയ്യേണ്ട, അയാൾ അനുസരിക്കേണ്ട, അയാൾ നടപ്പാക്കേണ്ട നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ നടപ്പാക്കുവാൻ അയാൾ ബാധ്യസ്ഥമാണ് എന്ന് നാം മനസ്സിലാക്കുക.
അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഉമ്മർ. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഖിയാമത്ത് നാൾ എന്ന് പറയുന്നു അവസാനിപ്പിക്കും എങ്കിൽ ആ കാരുണ്യം അവസാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണെങ്കിൽ ഈ പ്രപഞ്ചം ഖിയാമത്ത് അവസാനിക്കും. അപ്പോൾ ഈ അള്ളാഹുവിന്റെ കാരുണ്യം അവസാനിക്കുന്നതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം അവസാനിക്കുന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാശവും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് അള്ളാഹുവിന് കാരുണ്യമുണ്ടായിരുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന ശാസ്ത്രലോകം ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു സംഭവം നടന്ന അന്ന് മുതൽക്കാണ് നമുക്ക് കാലത്തെക്കുറിച്ചുള്ള ബോധം തന്നെ ഉണ്ടാകുന്നത്. കാലം എന്നത് നമ്മുടെ ഗണനയിൽ ശരിക്കും കാലമുണ്ടാകുന്നത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന് മുൻപും സ്രഷ്ടാവുണ്ട്, ആ സ്രഷ്ടാവിന്റെ കാരുണ്യമുണ്ട്, സ്രഷ്ടാവിന്റെ ഗുണഗണങ്ങളുണ്ട്. ഈ പ്രപഞ്ചം നശിച്ചാലും സ്രഷ്ടാവുണ്ട്, ആ സ്രഷ്ടാവിന്റെ കാരുണ്യമുണ്ട്, എല്ലാം ഉണ്ട്. ആ കാരുണ്യം കൊണ്ടാണ് സ്രഷ്ടാവ് പിന്നീട് ഈ പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കുന്നത്. ആ പുനഃസൃഷ്ടിക്കുകയും അവിടെ സ്വർഗനരകങ്ങൾ വിചാരണയുടെ അടിസ്ഥാനത്തിൽ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനത്തിന് വേണ്ടിയുള്ള സ്വർഗലോകത്ത് ഉള്ള പടച്ചവന്റെ പൂർണ്ണമായ കാരുണ്യത്തിന്റെ പ്രകാശനമെല്ലാം നടക്കുന്നത് അതിനുശേഷമാണ്. അപ്പോ ചുരുക്കത്തിൽ പ്രപഞ്ചനാശത്തോടുകൂടി പടച്ചവന്റെ കാരുണ്യം അവസാനിക്കുകയല്ല, പടച്ചവന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാശവും പുനഃസൃഷ്ടിയുമെല്ലാം പടച്ചവന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ മലേഷ്യയിലാണ്. ഈ അടുത്ത അവസരത്തിൽ ഞാൻ മലേഷ്യ പോയപ്പോൾ എനിക്കൊരു അറിവ് കിട്ടി. കാരണം ഇസ്ലാം മലൈക്കും നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു. ഇപ്പോൾ സാധാരണ സുഹൃത്ത് മലൈക്കും അസ്ലാം പറയും. ഞാൻ ഇസ്ലാം മലൈക്കും പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത എൻ്റെ ചേട്ടനും ഫാമിലിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അളിയൻ പറഞ്ഞു, പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞു, ഈ ഇസ്ലാം മലൈക്കൊന്നും പറയരുതെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് വെറുതെ തമാശ പറയാൻ തോന്നി. അപ്പോൾ ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ വളരെ ഗൗരവമായിട്ട് ചോദിച്ചപ്പോൾ ആളും പറഞ്ഞു ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിടുന്നു. അതിനൊരു മറുപടി. മുസ്ലിം അല്ലാത്ത ഒരാള് സലാം ചൊല്ലിയാൽ ജയിലിലിടുമോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ മലേഷ്യയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലേഷ്യയിൽ ഞാനും സന്ദർശിച്ചിട്ടുണ്ട്. അത്തരം ഒരു നിയമം നിലനിൽക്കുന്നതായി ആരെങ്കിലും പറഞ്ഞതായി കേട്ടതായി എനിക്കറിയില്ല. കാരണം മലേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക മുസ്ലിം ഭരണം നടക്കുന്ന പ്രദേശമാണെങ്കിലും ഒരുപാട് അമുസ്ലിങ്ങളുള്ള നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമുസ്ലിം സലാം ചൊല്ലുന്നതിനെ വിരോധിക്കുകയോ അങ്ങനെ സലാം ചൊല്ലിയാൽ അയാളെ ജയിലിലിടണം എന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു അമുസ്ലിം സലാം ചൊല്ലിയാൽ അയാൾക്ക് സലാം മടക്കണമെന്നാണ്, വഅലൈക്കും എന്ന് പറഞ്ഞ് മടക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിയമം മലേഷ്യയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു നിയമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ മലേഷ്യയിൽ ഈ അടുത്ത കാലത്തായി ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ക്രൈസ്തവ മിഷണറിമാരും അതേപോലെ അവര് ചെയ്ത ഒരുപാട് മുസ്ലിം സമൂഹത്തിലുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം അവിടെയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടായ ഒരു ധാരണയാണോ ധാരണപ്പിശകാണോ ഇത്തരം ഒരു ധാരണ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഇസ്ലാമിൽ അത്തരം ഒരു നിയമമില്ല. ഒരാൾ സലാം ചൊല്ലിയാൽ അത് മടക്കണമെന്നാണ്, വഅലൈക്കും എന്ന് മടക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റിയാസ്, പെരുങ്ങോട്ടരെയാണ് വീട്. നമ്മൾ പറയുന്നു അള്ളാഹുവിനോട് മാത്രം ആരാധിച്ചാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്, അള്ളാഹു അതിനെല്ലാം നമുക്ക് ഉത്തരം തരുന്നു.
ഇവിടെ ചിലർ എൻ്റെ കൂട്ടുകാരെല്ലാം ജാറത്തിങ്ങൾ പോയും മറ്റു ചാത്തന്മാരുടെ അടുത്ത് പോയും പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം അവർക്ക് കൃത്യമായി തന്നെ ഉത്തരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു അതിന് കൃത്യമായി തന്നെ നമുക്കും ഉത്തരം തരുന്നുണ്ട്. അപ്പോൾ അവർ ചാത്തന്മാരോടും ജാറത്തിങ്കിലും എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും ഇങ്ങനെ തന്നെ ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വിശദീകരിച്ചു തരണം. പലരും പല സ്ഥലത്തുനിന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കണം എന്നാണ് സുഹൃത്തിന്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് എല്ലാറ്റിനും ഉത്തരം ലഭിക്കുന്നുണ്ടോ? എന്റെ അനുഭവത്തിൽ എന്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഒന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് 3 തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുമെന്നാണ്. ഒന്നാമത്തേത്, നമ്മൾ പ്രാർത്ഥിച്ച കാര്യം അത് സാധിപ്പിച്ചു തന്നുകൊണ്ടുള്ള ഉത്തരം നൽകലാണ്. രണ്ടാമത്തേത്, അത് സാധിപ്പിച്ചു തരുന്നത് നന്മയല്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിപ്പിച്ചു തരുന്നത് നന്മയല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് ആ സാധിപ്പിച്ച് തരികയില്ല എന്ന് മാത്രമല്ല, പക്ഷെ പ്രാർത്ഥന കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ നമ്മളിൽ വന്നു ഭവിക്കാനുള്ള ഒരു തിന്മ ഇല്ലാതെയാകുമെന്നാണ്. മൂന്നാമത്തെ ഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് രണ്ടും ഇവിടെ നിന്നുണ്ടാകുന്ന ഫലപാട് ഇതൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഇത് 2 ഫലങ്ങളും ലഭിച്ചിട്ടില്ലെങ്കിലും മരണാനന്തര ജീവിതത്തിൽ അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ്, ഈ പ്രാർത്ഥനക്കുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഒരു മുസ്ലിം ഈ രൂപത്തിൽ 3 തരത്തിലുമുള്ള പ്രതിഫലങ്ങളെ കാക്ഷിക്കുന്നവനാണ്. ഒന്നാമത്തെ തരത്തിലുള്ള ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിലും അവന് നിരാശയില്ല. രണ്ടാമത്തെ തരത്തിലുള്ള ഉത്തരം ലഭിക്കാൻ ഇവിടെ നിന്ന് ഇത് രണ്ടുമില്ലെങ്കിലും അവന് നിരാശയില്ല, മരണാനന്തര ജീവിതത്തിൽ ഉത്തരം ലഭിക്കാം. ഇനി മറ്റു പലരോടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാത്തവർക്കും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാത്തവർക്കും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. ആ സംഭവിക്കുന്നത് പ്രകൃതിയുടെ നിയമമായി സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാകാം. അവർക്കില്ലാത്ത കാര്യമാണ് ഈ 3 കാര്യം. ആർക്കാണെങ്കിലും പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, പടച്ച തമ്പുരാൻ ആ പ്രാർത്ഥന ഉത്തരം നൽകുമ്പോൾ ആ പ്രാർത്ഥനക്ക് അർഹമായ ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. ചിലപ്പോ എന്റെ പ്രാർത്ഥന ഒരു കാര്യം ലഭിക്കാനായിരിക്കും, ആ കാര്യം ചിലപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശമാണെങ്കിലോ? എനിക്കറിയില്ലല്ലോ അതിന്റെ ഭാവിയും കാര്യങ്ങളുമെല്ലാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വിവാഹത്തിന് വേണ്ടി ഞാൻ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ആ വിവാഹം നടക്കണമേ എന്ന്. എന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന, എന്റെ ജീവിതത്തെ തന്നെ തകർക്കാൻ കഴിയുന്നതാണെങ്കിലോ ഞാനും ആ പെൺകുട്ടിയുമായുള്ള വൈവാഹിക ജീവിതം. അവിടെ അത് കൃത്യമായി അറിയുന്നു എന്നുള്ളതാണ് പടച്ചവനോടുള്ള പ്രാർത്ഥനയുടെ ഒരു സവിശേഷത തന്നെ. ഇത് നിങ്ങൾ പറയുന്ന ഒരാൾക്കും, ആര് തന്നെയാണെങ്കിലും, അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആണെങ്കിലും, വിഗ്രഹങ്ങളോ ശവകുടീരങ്ങളോ ചാത്തന്മാരോ തങ്ങന്മാരോ ആര് തന്നെയാണെങ്കിലും, അവർക്കാർക്കും തന്നെ മനുഷ്യർക്ക് ആത്യന്തികമായി, ഓരോരുത്തർക്കും ആത്യന്തികമായി നന്മയായി ഭവിക്കുക എന്താണ് എന്നറിയാൻ സാധ്യമല്ല. അപ്പോ പടച്ചവനോടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ പടച്ചവന് നമ്മുടെ ആത്യന്തികമായ നന്മ എന്താണ് എന്നറിയാം. ആ നന്മ അറിയുന്നത് കൊണ്ട് തന്നെ നാം തിന്മക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും അത് ആ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുക എന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു കാരുണ്യമായി ഭവിക്കുന്നു. അതേപോലെ മറ്റുള്ളവരിൽ നിന്നെല്ലാം കിട്ടുന്നു എന്ന് പറയുന്നു. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായതാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൈശാചികമായ കഴിവുകളും കൊണ്ട് ഉള്ളതാകാം. പിശാച് എന്ന മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു ശക്തി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അത് എന്ത് തന്നെ ലഭിക്കുകയാണെങ്കിലും ആത്യന്തികമായി മനുഷ്യർക്ക് നമുക്ക് നന്മ നൽകുന്ന, നമ്മുടെ പ്രാർത്ഥനക്ക് കൃത്യമായി ഉത്തരം നൽകുന്ന, നമ്മുടെ മനസ്സിനകത്തുള്ളത് അറിയാവുന്ന പടച്ചവൻ,
നമ്മളെ മനസ്സിനകത്തുള്ളത് അറിയുക എന്നത് അതിനേക്കാളും വലിയ സവിശേഷതയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നാവുകൊണ്ട് പറയുന്നതൊന്നാകാം, മനസ്സിനുള്ളിലുള്ളത് മറ്റൊന്നാകാം, മനസ്സിനകത്തുള്ളത് വേറെയൊന്നാകാം. അപ്പോ ഈ നാവ് കൊണ്ട് പറയുന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഉത്തരം നൽകാൻ മാത്രമാണ് ഈ ജീവിച്ച് ഈ ഉത്തരം നൽകുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് പോലും കഴിയുന്നത്. അവര് അവകാശപ്പെടുന്നത് തന്നെ, കഴിയുന്നോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. അവരെ അവകാശപ്പെടുന്നത് തന്നെ ഈ ഒരാളുടെ അടുത്ത്, ഒരു വിഗ്രഹത്തിന്റെ അടുത്ത്, ഒരു ശവകുടീരത്തിന്റെ അടുത്ത്, ഒരു ചാത്തന്റെ അടുത്ത്, അതല്ലെങ്കിൽ ഒരു സിദ്ധന്റെ അടുത്തെല്ലാം പോയി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതേ അവർക്കറിയൂ, നമ്മുടെ മനസ്സിലുള്ളത് അവർക്കറിയില്ല. അറിയുമെന്ന് അവർക്ക് തന്നെ അവകാശപ്പെടാനില്ല. അതേസമയം പടച്ച തമ്പുരാന്റെ സവിശേഷത നമ്മുടെ മനസ്സിനകത്തുള്ളതറിയാം എന്നതും നമുക്കെന്ത് ആത്യന്തികമായി നന്മയായി ഭവിക്കും എന്നതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പടച്ചവനോടുള്ള പ്രാർത്ഥന എന്നത് നമ്മൾ ഉറപ്പുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പിന്നെ പടച്ചവൻ ആർക്കും ഇങ്ങനെ മറ്റു പലരെ ആരാധിക്കുന്ന ആരാണെങ്കിലും അവർക്കാർക്കും അഭിപ്രായമില്ല സ്രഷ്ടാവിനെ ആരാധിച്ചാൽ അത് അപകടമാണ് എന്നോ അത് മോശമാണ് എന്നോ അവന് അതിൽ നിന്ന് കിട്ടുകയില്ല എന്നോ ഒരാൾക്കും അഭിപ്രായമില്ല, ഈ ചെയ്യുന്ന ആളുകൾക്ക് പോലും. അപ്പോ യഥാർത്ഥത്തിൽ സ്രഷ്ടാവ് ഈ സ്രഷ്ടാവ് കൊടുത്ത കഴിവുകളാണ് ഇവരെല്ലാം നൽകുന്നത് എന്നാണ് അത്തരം ആളുകൾ പോലും അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ കൊടുത്ത കഴിവ് നൽകുന്ന ആളുകളോടല്ല, മറിച്ച് ആ കൊടുത്ത കഴിവുണ്ടെങ്കിൽ തന്നെ ഉണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ കൊടുത്ത കഴിവിന്റെ നാഥനോടാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇസ്ലാം ഈ രംഗത്ത് പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ആദർശം. അഥവാ സൃഷ്ടികർത്താവായ തമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഉറപ്പാണ്, അത് നന്മയാണ്, അതുവഴി മനുഷ്യർക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ. അതേസമയം സൃഷ്ടികളോട് ആരോടാണെങ്കിലും അവർക്ക് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അറിയില്ല, അവർക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനും കഴിയില്ല. സംഭവിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത, യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നാസർ, കോരിക്കുഴി. സുഹൃത്ത് ചോദിച്ചതിൻ്റെ അതിനോടനുബന്ധിച്ചൊരു ചോദ്യമാണ്. നമ്മൾ മുസ്ലിങ്ങളോട് സലാം ചൊല്ലാൻ കഴിയുമോ? അഥവാ ഞാൻ ഒരു ചൊല്ലി നമ്മൾ മടക്കുന്നത് വാലൈക്കും എന്നാണോ അതോ ആലൈക്കും എന്നാണോ അതിൻ്റെ ശരിയായ രൂപം? അഥവാ സാധാരണ ഒരു മുസ്ലിമിനോട് നമ്മൾ സലാം പൂർണ്ണമായി ചൊല്ലി, അല്ലെങ്കിൽ ഒരു മുസ്ലിം നമ്മളോട് പൂർണ്ണമായി ചൊല്ലിയാൽ നമ്മൾ പൂർണ്ണമായി തന്നെ മടക്കാൻ കഴിയുമോ? അതിൻ്റെ ശരിയായ ഒരു വിധി എന്താണെന്നുള്ളത്. കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ്. അദ്ദേഹം ഒരു മുസ്ലിം സുഹൃത്ത് എന്നുള്ള നിലക്ക് ചോദിച്ചുകൊണ്ട് മാത്രം മറുപടി പറഞ്ഞതാണ്. നമ്മുടെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വേദിയല്ല നാസർ സാഹിബ്, അത് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ സലാം ചൊല്ലലുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സലാം ചൊല്ലുന്നതിനേക്കാൾ വലിയ നിർബന്ധമാണ് സലാം മടക്കൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു മുസ്ലിമിനോട് അമുസ്ലിമിന് സലാം ചൊല്ലാൻ പറയുന്നില്ല. കാരണം അയാളോട് മടക്കാൻ മതപരമായൊരു നിർബന്ധമായി പറയാൻ കഴിയില്ലല്ലോ നമുക്ക്. സലാം ചൊല്ലൽ നിർബന്ധമായ കാര്യമല്ല. ഒരാൾക്ക് വേണമെങ്കിൽ സലാം ചൊല്ലാതിരിക്കാം. ഒരാളെ കാണുമ്പോൾ, ഒരു മുസ്ലിമിനെ തന്നെ കാണുമ്പോൾ സലാം ചൊല്ലാതിരിക്കാം. അതേസമയം സലാം മടക്കലോ ഒരു കേട്ടയാളെ സംബന്ധിച്ചിടത്തോളം സലാം മടക്കാതിരിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമികമായ നിയമം. ആ നിയമം നിലനിൽക്കുമ്പോൾ ഒരു അമുസ്ലിമിന് ആ നിയമം നടപ്പാക്കാൻ നിർബന്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അയാളുടെ സലാം ചൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അതേസമയം ഒരാൾ ചൊല്ലുന്നുവെങ്കിൽ അതൊരു തെറ്റായി, ഒരു ഹറാമായി പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവിടെ എന്തുകൊണ്ട് അലൈക്കും എന്ന് പറയുന്നു? എന്താന്ന് വെച്ചാൽ ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ സലാം, ആ സലാം കൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും മനസ്സിലെ ബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ആ ബോധ്യം തികച്ചും ബോധ്യത്തോടു കൂടി പടച്ച തമ്പുരാനിൽ നിന്നുള്ള രക്ഷ നിനക്കുണ്ടാകട്ടെ എന്ന ബോധ്യത്തിൽ, ഈ ബോധ്യം തന്നെയാണോ ഒരു മുസ്ലിമിനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂതന്മാർ വന്നിട്ട് സലാം ചൊല്ലി അസ്സലാമു അലൈക്കും, മരണം നിനക്കുണ്ടാകട്ടെ എന്ന്. അവിടെ സലാമിനെ ഡിസ്റ്റോർട്ട് ചെയ്തു. അവിടെ നിന്നാണ് ഈ നിയമം വരുന്നത്, അലൈക്കും എന്ന് ചൊല്ലാനുള്ള നിയമം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്ത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് എങ്കിലും ഒരു പ്രതിവാദ്യം എന്നുള്ള നിലക്ക് അലൈക്കും എന്ന് പറയാനാണ് പഠിപ്പിച്ചത്. അവിടെ അലൈക്കും എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണോ അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് അവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അതാണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ നിയമം. അത് മനസ്സിലാക്കുക. കൂടുതൽ അതിന് ഫിഖ്ഹിയായ വിശദീകരണങ്ങൾ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സന ഹുസൈൻ, പെരിങ്ങോട്ടുകരയിലാണ് താമസം. എനിക്ക് ചോദിക്കാനുള്ളത്, ഭഗവത്ഗീതയിലും ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ നതസ്യ പ്രതിമസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബിംബാരാധനന്റെ എതിരായിട്ട് തന്നെ പറഞ്ഞു, ബിംബാരാധന പാടില്ല എന്നുള്ള നിലയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അമുസ്ലിം സഹോദരിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന മറുപടി, പൂജാരിമാരും അല്ലെങ്കിൽ ആ നിലക്ക് അത്രയും ഇതിൽ നിൽക്കുന്ന ഭക്തിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് ഭക്തി ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രതിമ ഇല്ലെങ്കിൽ പോലും അവർക്ക് ദൈവത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ പൊതുവെയുള്ള സാധാ ജനങ്ങൾക്ക് അതിന് പറ്റില്ല. അത്രയും ഭക്തിയുടെ ലെവൽ അവർക്ക് അത്രയും ഉയർന്നതല്ലാത്തത് കൊണ്ട് ആണ് പ്രതിമനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിമനെ വെച്ചിട്ട് ആ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിന് കൊടുക്കാൻ പറ്റിയൊരു മറുപടി. പ്രതിമ ഭക്തിയില്ലാത്ത ആളുകൾക്ക് ദൈവത്തിലെത്തിച്ചേരുവാൻ വേണ്ടിയുള്ളൊരു മധ്യമാർഗം മാത്രമാണ് എന്ന വാദത്തിനുള്ള മറുപടിയാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പടച്ചവനെ ആരാധിക്കാൻ കഴിയില്ലെന്നും, പടച്ചവനെ ആരാധിക്കണമെങ്കിൽ ഒരു പ്രതിമ ഒരു മൂർത്തിയിലൂടെ മാത്രമേ കഴിയൂ എന്നും ഉള്ള വാദം സാധാരണക്കാരെ ഈ മൂർത്തി പൂജയിൽ തന്നെ കെട്ടിയിടുന്നതിന് വേണ്ടിയുള്ള പൗരോഹിത്യത്തിന്റെ ശക്തമായ വാദങ്ങളിലൊന്നാണ്. വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നതസ്യ പ്രതിമാസി എന്ന് യജുർവേദത്തിലെ വചനമെടുത്ത് പറയുമ്പോൾ അതെല്ലാം വളരെ മുമുക്ഷുക്കൾക്കാണ്, അതെല്ലാം തന്നെ വലിയ മാനസിക നിലവാരമുള്ളവർക്കാണ്, അതെല്ലാം വലിയ സന്യാസിമാർക്കാണ് എന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും കഴിയില്ല എന്നുമുള്ള വാദമാണ് പറയാറുള്ളത്. നിങ്ങൾക്കൊന്നും ശരിക്ക് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കൊന്നും തന്നെ സട്ടാവിനെ അവനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രതിമയില്ലാതെ പൂജിക്കാൻ കഴിയില്ല, ആരാധിക്കാൻ സാധ്യമല്ല എന്ന് എന്നോട് വാദിച്ച ഒരു സ്വാമിജിയോട് ഞാൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. സ്വാമിക്ക് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിന് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ എല്ലാ മനസ്സുകൾക്കകത്ത് ഒരുപാട് വിഗ്രഹങ്ങൾ സ്ഥലം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഇവിടെ ചെയ്യുന്നത് ഈ വിഗ്രഹങ്ങളെ പുറത്തിറക്കിയതിന് ശേഷം സട്ടാവിലുള്ള വിശ്വാസത്തെ മനുഷ്യ മനസ്സുകൾക്കകത്ത് സ്ഥാപിക്കുകയാണ്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ മനുഷ്യ മനസ്സുകൾക്കകത്ത് സട്ടാവിലുള്ള വിശ്വാസം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും സൃഷ്ടികളെ ഒരു സൃഷ്ടിയുടെയും ഒരു മൂർത്തിയുടെയും രൂപമില്ലാതെ സൃഷ്ടാവിനെ ആരാധിക്കാൻ കഴിയും. ഈ സൃഷ്ടികളെ മുഴുവനും മനസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താക്കോലായിട്ടാണ് ഒരാൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്. ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ആരാധ്യനുമില്ല ഏകനായ ആരാധ്യനല്ലാതെ, സൃഷ്ടാവല്ലാതെ, അല്ലാഹുവല്ലാതെ. ഇവിടെ ഇതിന്റെ ഒന്നാമത്തെ പാതിയിൽ എല്ലാ സൃഷ്ടികളെയും മനുഷ്യ മനസ്സ് കൈയടക്കി വെച്ചിട്ടുള്ള സകല സൃഷ്ടികളെയും, അത് വിഗ്രഹമാകട്ടെ, ശവകുടീരമാകട്ടെ, വ്യാജദൈവമാകട്ടെ, പുണ്യപുരുഷനാകട്ടെ, ആര് തന്നെയാണെങ്കിലും അവരെ എല്ലാം എടുത്ത് പുറത്തിടും. അവരെ എല്ലാം എടുത്ത് പുറത്തിട്ടതിന് ശേഷം, മനസ്സ് ശുദ്ധീകരിച്ചതിന് ശേഷം, മനസ്സ് മൂർത്തികളിൽ നിന്നെല്ലാം
ശുദ്ധീകരിച്ച് സംശുദ്ധവൽക്കരിച്ചതിന് ശേഷം അവിടേക്ക് സർവലോക രക്ഷിതാവായ അള്ളാഹുവല്ലാതെ എന്നുള്ള യഥാർത്ഥത്തിലുള്ള തത്വം അവിടെ സന്നിവേശിപ്പിക്കുന്നു. അതായിക്കഴിഞ്ഞാൽ സട്ടാവിലുള്ള വിശ്വാസം സൃഷ്ടികളെ മുഴുവനും ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി സട്ടാവിലുള്ള വിശ്വാസം മനസ്സിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും യാതൊരു മൂർത്തിയുമില്ലാതെ സട്ടാവിനെ മാത്രം ആരാധിക്കാൻ കഴിയും. ദശലക്ഷക്കണക്കിന് ലോകത്തെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് സട്ടാവിനെ മാത്രമാണ്, അള്ളാഹുവിനെ മാത്രമാണ്. അവർ ഒരു രൂപവും ഉണ്ടായിട്ടല്ല. അള്ളാഹുവിന്റെ രൂപം ഒരു മുസ്ലിമും സങ്കല്പിക്കുന്നില്ല. ഒരു മുസ്ലിമിന്റെയും മനസ്സിൽ അള്ളാഹുവിന്റെ രൂപമോ ഭാവമോ അതിന്റെ കോലമോ ഒന്നുമില്ല. പക്ഷേ അവൻ 5 നേരവും സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ മനസ്സിൽ പടച്ചവനെ കുറിച്ചുള്ള ബോധമാണ്, രൂപമല്ല. പടച്ചവന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് അറിവാണ്, രൂപമല്ല. അവിടെ ആ ഒരവസ്ഥയിലേക്ക് ഇവിടെ ഇവര് വാദിക്കുന്ന വർഷങ്ങളോളം തപസ്സിരുന്നും ത്യാഗം ചെയ്തും ജീവിതത്തെ നിഷേധിച്ചും കാട്ടിൽ പോയും ഇങ്ങനെയെല്ലാം ഇരുന്നിട്ട് ഒരു ത്യാഗിയായ സന്യാസി എത്തിച്ചേരുമെന്ന് പറയുന്ന സട്ടാവിനെ മാത്രം ആരാധിക്കുന്ന, സട്ടാവിനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരൊറ്റ കലിമത്തിലൂടെ, ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ ഒരു സാധാരണക്കാരൻ എത്തിച്ചേരുന്ന അവസ്ഥയെയാണ് ഇസ്ലാം ലോകത്തിന് പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇത് തന്നെയാണ് സഹോദരന്റെ സഹോദരനോട് നമുക്ക് പറയാനുള്ളത്, അവന്റെ സുഹൃത്തിനോടും പറയാനുള്ളത്. ഇവിടെ ഇത് എല്ലാം തന്നെ നേരത്തെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചല്ലോ, ശരിക്കും ഏകദൈവം തന്നെയാണ്, അതേപോലെ ഇതിലേക്ക് എത്താനാണ്. ഇതെല്ലാം സാധാരണക്കാരെ ഈ പൂജയിൽ അടിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വളരെ സമർത്ഥമായ പരിശ്രമമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സാധാരണക്കാർ വിഗ്രഹ പൂജ നടത്തുമ്പോൾ മാത്രമേ പുരോഹിതന് പ്രസക്തിയുണ്ടാകൂ. പുരോഹിതൻ പ്രസക്തമാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ആ ആചാരങ്ങൾ ഉണ്ടാകൂ. ആ ആചാരങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ആളുകളെ ചൂഷണം ചെയ്യാൻ കഴിയൂ. ഇവിടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിലുള്ള ദല്ലാളന്മാരായി നിൽക്കുന്ന പുരോഹിതന്മാർ പല രൂപങ്ങളിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സൃഷ്ടിപൂജയെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് ഏതൊരു സാധാരണക്കാരനും കഴിയുന്നതാണ് ഇത് എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾ നോക്കുക, ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയ ആദിമ സമൂഹത്തിൽ തന്നെ ബിലാലിനെ പോലെയുള്ള സംസ്കാരം എന്തെന്നറിയാത്ത, നാഗരികത എന്തെന്നറിയാത്ത, പുരോഗതി എന്തെന്നറിയാത്ത, വെറും അടിമത്വത്തിൽ തലമുറകളോളം ജീവിച്ച ബിലാൽ ഇബ്നു റബാഹയെ പോലെയുള്ള മഹാന്മാരായ ആളുകളുണ്ടായിരുന്നു. അവർക്ക് തത്വശാസ്ത്രത്തിന്റെ ഊരാക്കുടുക്കുകൾ വേണ്ടി വന്നില്ല. ഏതെങ്കിലും മലകളിൽ തപസ്സിരിക്കേണ്ടി വന്നില്ല. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന സന്യാസം വേണ്ടി വന്നില്ല. സട്ടാവിനെ അറിഞ്ഞാദരിച്ച് മനസ്സിലാക്കി ആരാധിക്കുവാൻ, സട്ടാവിനെ കുറിച്ചുള്ള രൂപം അവരുടെ മനസ്സിലില്ലാഞ്ഞിട്ടും അവനെക്കുറിച്ചുള്ള ബോധമുണ്ടാവുകയും അവന്റെ നാമഗുണ വിശേഷണങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്തപ്പോ അവരാത്മാർത്ഥമായി പടച്ചവനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. ആ ആരാധനയാണ് ഇസ്ലാം മനുഷ്യരോട് പഠിപ്പിക്കുന്നത്. അതിന് മൂർത്തി ആവശ്യമില്ല. മൂർത്തിയിലൂടെ എന്നത് ചൂഷണത്തിനു വേണ്ടി പുരോഹിതന്മാർ ഉണ്ടാക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷാജിദ ഹുസൈൻ, പെരിങ്ങോട്ടുകര നിവാസിയാണ്. മറ്റൊരു അമുസ്ലിം സഹോദരിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇസ്ലാം സമത്വത്തിൻ്റെ മതമാണെന്ന് പറയുന്നു. പക്ഷേ അനന്തരാവകാശ സ്വത്തിൽ പുരുഷന്റെ പകുതിയാണ് സ്ത്രീകൾക്കുള്ളത്. ഇത് സമത്വത്തിനെതിരല്ലേ? പിതാവ് ജീവിച്ചിരിക്കലെ മകൻ മരണപ്പെട്ടാൽ ആ മകന്റെ മക്കൾക്കും പിതാവിൻ്റെ സ്വത്തിൽ അവകാശമില്ല. അത് വലിയ ക്രൂരതയല്ലേ? ഇസ്ലാം സമത്വത്തിന്റെ മതമാണെന്നാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് പുരുഷന്മാരുടെ സ്വത്തിന്റെ പകുതിയല്ലേ ഉള്ളൂ, അപ്പൊ അത് അസമത്വമല്ലേ എന്നാണ്. ഇസ്ലാം സമത്വത്തിന്റെ മതമല്ല. ഇസ്ലാം സത്യത്തിന്റെ മതമാണ്, ധർമ്മത്തിന്റെ മതമാണ്, നീതിയുടെ മതമാണ്.
സമത്വം എന്നത് ഒരു ഉട്ടോപ്യയാണ്, ഉണ്ടാക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സമത്വം ഒരാദർശമായി അടിച്ചേൽപ്പിക്കുന്ന ആശയമല്ല. ഇവിടെ പെൺകുട്ടികൾക്കുള്ള സ്വത്തവകാശത്തിന്റെയോ പുരുഷനുള്ള സ്വത്തവകാശത്തിന്റെയോ പ്രശ്നത്തിനപ്പുറത്ത് ആ ആൺകുട്ടി ഒരു പിതാവിന്റെ 2 കുട്ടികളിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം മാത്രമാണിത്. ആ സ്വത്തുള്ള പിതാവിന്റെ, ഒരു സ്വത്തില്ലാത്ത പിതാവിനും പെൺകുട്ടിയും ആൺകുട്ടിയുമുണ്ട്. ഒരു സ്വത്തുള്ള പിതാവിന്റെ പെൺകുട്ടിക്ക് ഈ ആൺകുട്ടിയുടെ പകുതിയെങ്കിലും കിട്ടുന്നു, സ്വത്തില്ലാത്ത പിതാവിന്റെ പെൺകുട്ടിക്കോ? അപ്പൊ സമത്വം എങ്ങനെ നടക്കും? 2 കൂട്ടരും ഒരേ ദിവസം മരിക്കുന്നു, അയൽവാസികളായ 2 പേർ, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേർ, 2 പെൺകുട്ടികൾ. ഈ പെൺകുട്ടി പിതാവ് സ്വത്തുള്ളയാൾ, മറ്റേ പെൺകുട്ടിയുടെ പിതാവ് സ്വത്തില്ലാത്തയാൾ. സമത്വം എങ്ങനെ പ്രയോഗവൽക്കരിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വത്തില്ലാത്തയാൾ, 2 പേരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ ക്ലാസ്സിൽ, എന്നും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, അയൽവക്കക്കാരെന്നുള്ള നിലക്ക്, നല്ല നിലക്ക്. അവർ പിന്നെ അവരുടെ 2 പേരുടെയും പിതാവ് ഒരേ ദിവസം മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരാൾ എന്താ സംഭവിക്കുന്നത്? ഒരാൾക്ക് ആ സ്വത്ത് ലഭിക്കുന്നു, മറ്റേയാൾക്കോ മറ്റാൾ നിരാലംബയാകുന്നു. ഇത് സമത്വമാണോ? എന്തുകൊണ്ടത്? എന്താണ് ഈ നിയമം? ഇവിടെ ഇസ്ലാം അവകാശങ്ങളും, ഒരാൾക്ക് അവകാശങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇസ്ലാം പറയും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്. ഇത് 2 കൂട്ടരും, ഈ 2 പെൺകുട്ടികളും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒരിക്കലും നിരാലംബരാകുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കും, ഇങ്ങനെ പിതാവ് മരണപ്പെട്ടാൽ ഈ പെൺകുട്ടികളെ പോറ്റേണ്ട, പെൺകുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരനുണ്ട്. അയാൾ സ്വത്തുള്ളവനാണെങ്കിലും ഇല്ലെങ്കിലും. സഹോദരനില്ലെങ്കിലോ അടുത്ത കുടുംബക്കാരായ പുരുഷന്മാർക്കുണ്ട്, അവർക്ക് സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇവിടെ ഉത്തരവാദിത്വം പറയുന്നു. ആ ഉത്തരവാദിത്വത്തിന്റെ സ്വാഭാവികമായ പരിണിതിയായ അവകാശങ്ങളെ കുറിച്ചും പറയുന്നു. ഒരാൺകുട്ടി, പെൺകുട്ടി, 2 പേർ, പിതാവിന് സ്വത്ത്. ആ സ്വത്ത് 2 കൂട്ടർക്കും ഒരേപോലെ വീതിച്ചിട്ട് 2 കൂട്ടരോടും പറയുന്നു, ഒരേപോലെ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമെല്ലാം ഒരേപോലെയാണ് എന്ന്. കഴിയുമോ? ഈ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? പെൺകുട്ടി വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെയുള്ള സ്വന്തമായിട്ടുള്ള ജീവിതം കഴിയുമോ? വിവാഹിതയാണെങ്കിൽ പോലും അവൾക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് സ്വന്തമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമോ? ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഇതെല്ലാം ചെയ്യേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. ആ പുരുഷന്റെ ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് തന്നെ അവന് അവകാശങ്ങളിൽ ചില അവകാശങ്ങൾ അതിനനുസരിച്ച് നൽകുന്നു എന്ന് മാത്രം. ഇവിടെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയമെടുക്കുക. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരാളുടെ പിതാവിന്റെ മക്കൾ. ആ ആൺകുട്ടിക്ക് ലഭിക്കുന്ന സ്വത്ത്, ആ സ്വത്തിൽ നിന്ന് അയാൾ എന്തിനൊക്കെ ചെലവഴിക്കണം? ഈ പെൺകുട്ടിയുടെ വിവാഹപ്രായം വരെ പെൺകുട്ടിയുടെ പോറ്റേണ്ട ഉത്തരവാദിത്തം ആൺകുട്ടിക്കാട്. അതിന് മുഴുവനും ചെലവഴിക്കാൻ അയാൾ ബാധ്യസ്ഥമാണ്. പെൺകുട്ടി കൊടുക്കാത്തിടത്തോളം കാലം ആ സ്വത്തിൽ നിന്ന് അയാൾക്കെടുക്കാൻ ഒരു നിർവാഹവുമില്ല, അവളുടെ സ്വത്തിൽ നിന്ന്. ആ വിവാഹം ചെയ്തു കൊടുക്കാൻ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും ആൺകുട്ടിക്കാണ്. ഇനി ആ വിവാഹം കഴിഞ്ഞു, വൈവാഹിക ജീവിതം മുന്നോട്ട് പോയി, വൈവാഹിക ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി, അവർക്ക് പിരിയേണ്ടി വന്നു, തിരിച്ചു ചെല്ലാനുള്ളത് ആൺകുട്ടിയുടെ അടുത്തേക്കാണ്. പിന്നീട് പോറ്റേണ്ട ഉത്തരവാദിത്തം മുഴുവനും ആൺകുട്ടിക്കാണ്. അതേസമയം ഈ ആൺകുട്ടി കിട്ടുന്ന സ്വത്തിലോ ഈ പെൺകുട്ടിയായിട്ട് വൈവാഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താകട്ടെ അവനുള്ള സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും അവളുടെ സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും ചെലവഴിക്കാൻ അവൾ ബാധ്യസ്ഥയെ അല്ല ഒരു കാര്യത്തിനും. പുരുഷന്റെ സഹോദരനാണെങ്കിൽ സഹോദരനാണ് ബാധ്യസ്ഥത, അതേപോലെ തന്നെ ഭർത്താവാണെങ്കിൽ ഭർത്താവിനാണ് ഉത്തരവാദിത്വം. ഭർത്താവിന് പെണ്ണിന്റെ സ്വത്തിൽ നിന്ന് അവളുടെ സമ്മതമില്ലാതെ യാതൊന്നും തന്നെ എടുക്കാനോ ചെലവഴിക്കുവാനോ പാടില്ല. അതേസമയം
പെണ്ണിനാകട്ടെ അയാൾ ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ അയാളോട് ചോദിക്കാതെ തന്നെ അയാളുടെ സ്വത്തിൽ നിന്ന് ചെലവിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു. ഇവിടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും പുരുഷന് നൽകുകയാണ്, ബാധ്യതകൾ മുഴുവനും പുരുഷന് നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ പെണ്ണിന് സ്വത്തിന്റെ ആവശ്യം തന്നെയില്ല. കാരണം ഏതൊരവസ്ഥയിലും പുരുഷൻ അവളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവനായി തീരും എന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ സവിശേഷത. പുരുഷന് ലഭിച്ച സമ്പത്തിൽ നിന്ന് അവൻ സഹോദരിമാർക്ക് ചെലവഴിക്കണം, വിവാഹമാകുന്നത് വരെ. അവന് വിവാഹം ചെയ്യുവാൻ വിവാഹ മൂല്യം കൊടുക്കണം, മഹർ കൊടുക്കണം. വൈവാഹിക ജീവിതത്തിൽ അവന് അവന്റെ മക്കൾക്കും അവന്റെ ഭാര്യക്കും എല്ലാം ചെലവഴിക്കുവാൻ അവൻ ബാധ്യസ്ഥമാണ്. അതേപോലെ തന്നെ ഈ പിതാവ് മരണപ്പെടുമ്പോൾ പലപ്പോഴും മാതാവ് ഒരു ഉത്തരവാദിത്വമായി തീരുകയാണ് ചെയ്യുക. ആ മാതാവിനെ പോറ്റേണ്ട ഉത്തരവാദിത്വവും മാതാവിനെ നോക്കേണ്ട ഉത്തരവാദിത്വവും മുഴുവനും പുരുഷനാണ്, ആൺകുട്ടിക്കാണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം അവിടെ പെണ്ണിനെ ഒന്ന് കൂടുതൽ പരിഗണിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. പെണ്ണിന്റെ ദുർബലാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ പെണ്ണിന് ഫിനാൻഷ്യൽ ആയിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇസ്ലാം നൽകുന്നില്ല, സാമ്പത്തികമായ യാതൊരു ഉത്തരവാദിത്വവും നൽകുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീക്ക് ഈ സമ്പത്ത് നൽകുന്നത് അവളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടും അവളുടെ ദുർബലാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടുമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനാണ് എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും. അവിടെ ഇസ്ലാം നീതി ചെയ്യുന്നു. അവിടെ പെണ്ണിന്റെ ദുർബലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പെണ്ണിന് കുറച്ച് അനുകൂലമായി വിധി വരുന്നു എന്ന് മാത്രമേയുള്ളൂ. അവിടെ സമത്വമല്ല, സമത്വം എന്നത് അപ്രായോഗികമാണ്. സമത്വം സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ആ സമത്വം വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സമത്വം വേണം, അല്ലെ? പ്രകൃതി തന്നെ സമത്വമില്ലാത്ത രൂപത്തിലാണ് പെണ്ണിനെയും പുരുഷനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സമത്വവാദികൾ ചിലപ്പോൾ സമ്പത്തിന്റെ വിഷയത്തിൽ പറയും രണ്ടു കൂട്ടരും ഒരേപോലെ സമ്പത്ത് ചെലവഴിക്കട്ടെ. ആ സമത്വവാദികൾ പക്ഷേ രണ്ടു കൂട്ടരും ആദ്യത്തെ കുട്ടിയെ പെണ്ണ് പ്രസവിക്കട്ടെ, രണ്ടാമത്തെ കുട്ടിയെ ആണ് പ്രസവിക്കട്ടെ എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു കുട്ടിക്ക് ആൺകുട്ടി പിന്നെ മാതാവ് മുല കൊടുക്കുമ്പോ രണ്ടാമത്തെ കുട്ടിക്ക് പിതാവ് മുല കൊടുക്കട്ടെ എന്നും ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. എന്താ കാര്യം? ആ ഉത്തരവാദിത്തം മുഴുവനും പെണ്ണിന്, പിന്നെ സാമ്പത്തികമായ ഉത്തരവാദിത്തം പെണ്ണിന്. അതിന് എല്ലാ ഉത്തരവാദിത്തങ്ങളും പെണ്ണിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശൃഗാല ശ്രമമാണ് സത്യത്തിൽ ഈ സമത്വം എന്നുള്ള ദുരുപദിഷ്ടമായ ഒരു പദപ്രയോഗം വഴി ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം അത്തരം സമത്വങ്ങളെ അനുകൂലിക്കുകയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് നീതിയാണ്, സത്യമാണ്, ധർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് പേരക്കുട്ടിയുടെ പ്രശ്നം. പേരക്കുട്ടിക്ക് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിച്ചാൽ ആ മക്കളുടെ മക്കൾക്ക് പ്രപിതാവിന്റെ അല്ലെങ്കിൽ വല്യപ്പാന്റെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വത്തിൽ നിന്ന് സ്വത്തൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ നിയമപരമായി സ്വത്ത് ലഭിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് നിയമപരമായി സ്വത്ത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകാത്തത്? നിയമത്തിന്റെ രീതിയുണ്ട് എന്നതുകൊണ്ടാണ്. നിയമത്തിന്റെ രീതി കൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. നിയമത്തിന്റെ രീതികളിൽ എല്ലാ പ്രശ്നങ്ങളും കാരുണ്യപരമായി പരിഗണിക്കാൻ കഴിയൂല. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഒരു പിതാവിന് 3 ആൺകുട്ടികൾ. പിതാവ് വലിയ ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരനായ പിതാവിന്റെ ഒപ്പം ബിസിനസ് പഠിച്ചു മൂത്തയാൾ. അങ്ങനെ പഠിച്ചു വന്നു. അയാൾ ഇപ്പോൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. പിതാവിനേക്കാളും വലിയ ബിസിനസ് രംഗത്തെ വലിയ ആളായി മകൻ മാറി. രണ്ടാമത്തെ മോൻ പിതാവിന്റെ സമ്പത്ത് കൊണ്ട് പഠിച്ചു വലുതായി. അയാൾ ഉന്നതനായ ഒരു ഡോക്ടറായി. അയാളുടെ അധ്വാന ഫലമായി ഒരു വലിയ ക്ലിനിക് ഉണ്ടാക്കി, ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, അവിടെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിൽ എത്തിയ സമയത്താണ് പിതാവ് മരിക്കുന്നത്. സ്വത്ത് വിഭജിക്കേണ്ടത് എങ്ങനെയാ?
നമ്മുടെ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മൂന്നാമത്തെ മോനക്ക് കൂടുതൽ കൊടുക്കണം. പക്ഷെ നിയമത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ? നീതി എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ സ്വത്ത് കൊണ്ടാണ് ഇവർ രണ്ടാളും സ്വത്തുണ്ടാക്കിയത്, ഇവർ രണ്ടുപേരും വലുതായത്. അതിനൊന്നും തന്നെ ഇവന് അവസരം കിട്ടിയിട്ടില്ല. ആ നിലക്ക് നോക്കുമ്പോ മൂന്നാമത്തെ മകന് കൂടുതൽ സ്വത്ത് കൊടുക്കണം എന്ന് നമുക്ക് നീതി അതാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ നിയമത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ? നിയമത്തിന് പറയാൻ കഴിയില്ല. നിയമത്തിന്റെ ഒരു രീതിയുണ്ട്. ഇതേപോലെ തന്നെ ഇസ്ലാമിക നിയമത്തിൽ, അനന്തരാവകാശ നിയമത്തിൽ നേർക്ക് നേരെയുള്ള അവകാശികൾക്കാണ് ആ അവകാശികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവകാശമുള്ളത്. നേർക്ക് നേരെയുള്ള അവകാശികൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ അതല്ലാത്ത അവകാശികൾക്ക് അവകാശമുണ്ടാവൂ. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മകൻ മരണപ്പെട്ടു, എന്റെ മോൻ മരണപ്പെട്ടു, ആ മകന് ഒരു മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഈ മക്കളുടെ ഉത്തരവാദിത്തം ഇസ്ലാം ഏൽപ്പിക്കുന്നത് എന്നെയാണ് ഈ മക്കളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. എന്റെ മകൻ മരണപ്പെടുകയും എന്റെ മകന്റെ മക്കൾ, പേരക്കുട്ടികൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾ, അവർ അനാഥരാവുകയും ചെയ്യുമ്പോൾ അവരുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ അവരെ സംരക്ഷിക്കണം. എനിക്ക് അവരുടെ പ്രയാസങ്ങൾ അറിയാവുന്ന എനിക്ക് എന്റെ സ്വത്തിൽ നിന്ന് എത്രയും അവർക്ക് നൽകാം ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ സ്വത്തിൽ നിന്ന് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് എന്റെ സ്വത്തിന്റെ 1/3 അവർക്ക് വേണ്ടി വസിയത്തായി നൽകാം. വസിയത്ത് കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വസിയത്തിന് അർഹരായ ആളുകൾ ഉണ്ടായിരിക്കെ അത് എഴുതി വെക്കാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവർക്ക് വസിയത്തായി സ്വത്ത് നൽകണമെന്നാണ്. എന്തുകൊണ്ടാണ് നിയമപരമായ സ്വത്ത് ലഭിക്കാത്തത്? നിയമപരമായി അവർക്ക് സ്വത്ത് ലഭിക്കണം എന്ന നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിന്റെ നട്ടെല്ലൊടിഞ്ഞു പോകും. എനിക്ക് 3 മക്കൾ, ആൺകുട്ടികൾ. ആ 3 ആൺകുട്ടികളിൽ ഒരാൺകുട്ടി മരണപ്പെട്ടു. മറ്റ് 2 ആൺകുട്ടികളും മരണപ്പെട്ടില്ല. അവർക്കെല്ലാവർക്കും പേരക്കുട്ടികളുണ്ട്. എന്നാൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് എന്റെ ഈ പേരക്കുട്ടികൾക്ക് സ്വത്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യുക? നിയമപരമായി സ്വത്ത് കൊടുക്കണമെങ്കിൽ നമുക്കെല്ലാം എളുപ്പമുള്ള പരിഹാരം എന്താണ്? എന്റെ പേരക്കുട്ടി എന്റെ മകൻ ജീവിച്ചിരുന്നെങ്കിൽ അവനെത്ര സ്വത്ത് കിട്ടും എന്ന് കണക്കാക്കിയിട്ട് അത് എന്റെ പേരക്കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കാന്നാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടാവുകയാണെങ്കിൽ നിയമത്തിന് ഒരു വശത്തു കൂടെ മാത്രം നടക്കാൻ പറ്റൂല, എല്ലാ വശത്തും നോക്കണം. അഥവാ ഇവിടെ എന്താണ്? ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചിട്ട് അവരുടെ അവകാശികൾക്ക് കൊടുക്കണമെന്നാണ് നമ്മളുടെ ബുദ്ധിവട്ടെന്ന് പറയാ. അവിടെ അങ്ങനെയാകുമ്പോ എല്ലാ വശത്തും അങ്ങനെയുണ്ടാകണം. എന്റെ ഉമ്മ ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. എന്റെ ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് എത്ര എന്റെ സ്വത്തിൽ നിന്നുണ്ടാകുമോ ആ സ്വത്ത് കണക്കാക്കി എന്റെ ഉമ്മാന്റെ അവകാശികൾക്ക് ഞാൻ കൊടുക്കണം. എന്റെ ഒരു ഭാര്യ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി, എന്റെ ഭാര്യ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് കണക്കാക്കി അവൾക്ക് എത്ര സ്വത്ത് ലഭിക്കുമോ അവൾക്കുള്ള സ്വത്ത് അവളുടെ അവകാശികൾക്ക് കൊടുക്കണം. ഇങ്ങനെ എന്നെ നേർക്ക് നേരെയുള്ള അവകാശികളിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നില്ലയോ അവരെല്ലാം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് കണക്കാക്കി അവരുടെ മുഴുവൻ അവകാശികൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആവുമ്പോൾ സ്വത്തവകാശം വീതിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് വീട്ടിലൊരു വലിയ മഹാസമ്മേളനം വിളിച്ചു കൂട്ടേണ്ടി വരും. എന്നിട്ട് എല്ലാവർക്കും ഒരു 100 രൂപ കൊടുത്തിട്ട്, വലിയൊരു സാമ്പത്തുള്ള ആളാണെങ്കിൽ 100 രൂപ എടുത്തിട്ട് നിങ്ങൾ ഇതുകൊണ്ട് പൊരുത്തപ്പെട്ട ആളെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും അവകാശികളുണ്ടാവും. ഇവിടെ പ്രായോഗികമായി ഞാൻ സാധാരണ നിയമവിശാരദന്മാരോട് പറയാറുണ്ട്, നിയമവിശാരദന്മാരുടെ വേദികളിൽ ഈ ചോദ്യം വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു നിയമം വെച്ചുകൊണ്ട് ആർട്ടിക്കിൾസും അതേപോലെ തന്നെ ഇന്ത്യൻ സിവിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നിയമത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പേരക്കുട്ടികൾക്ക് അനന്തരാവകാശം ലഭിക്കുന്ന രീതി കൃത്യമായി എഴുതി തയ്യാറാക്കാൻ കഴിയുമോ എന്ന്? ഒരിക്കലും കഴിയില്ല.
അങ്ങനെ എഴുതി തയ്യാറാക്കിയാൽ ശരിക്ക് അനന്തരാവകാശ സ്വത്ത് എന്ന ഒരു ഏർപ്പാടുണ്ടാവില്ല. ആ സ്വത്ത് മുഴുവനും എന്തായി പോകും? കലങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. ഇസ്ലാം പടച്ച തമ്പുരാന്റെ ദീനായതുകൊണ്ട് തന്നെ അവിടെ നിയമം മൂലം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്തെ ധർമ്മം മൂലം പരിഹരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എനിക്ക് എന്റെ പേരക്കുട്ടിയുടെ പ്രയാസം